ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഈസ്റ്റ് ബംഗാളുമായിട്ട് കുറേ അധികം അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇതൊരു ഏതാണ്ടൊക്കെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാർക്ക് സത്തൻബൈ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദ് FC യുടെ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം വേറെ ലെവൽ രീതിയിലായിരുന്നു മാർക്ക് സത്തൻബൈ കളിച്ചുകൊണ്ടിരുന്നത്. ആകെ അവർക്കുള്ളത് ജിയാവോ വിക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫോറിൻ പ്ലെയർ മാത്രമാണ്. സോ ആ ഒരു ഫോറിൻ പ്ലെയറിൻ്റെ കൂടെ അത്യാവശ്യം മികച്ച രീതിയിൽ മിഡ്ഫീൽഡിൽ പെർഫോം ചെയ്തൊരു താരമാണ്, അല്ലെങ്കിൽ ഹൈദരാബാദ് FC ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച താരമാണ് മാർക്ക് സത്തൻബൈ. സോ അദ്ദേഹത്തെ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു ഇന്ത്യൻ സൈഡിലേക്കുള്ള ഏറ്റവും മികച്ചൊരു സൈനിങ് ആയിട്ടാണ് മാർക്ക് സത്തൻബൈ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈസ്റ്റ് ബംഗാൾ FC എല്ലാ ടീമിൽ നിന്നും കളിച്ച ഏറ്റവും മികച്ച താരങ്ങളെയാണ് അവർ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പഞ്ചാബ് FC നിന്ന് മെഹദി തലാൽ, അദ്ദേഹമാണ് ISL തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്തു തരും. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസ് ഡയമൻറ്റിക്കോസ് അവർ ജോയിൻ ചെയ്യുമെന്ന് പറയുന്നേക്കുന്നു. അത്ര വലിയ ഓഫറാണ് ഈസ്റ്റ് ബംഗാൾ കൊടുത്തതെന്ന് പറയുന്നേക്കുന്നത്. ഇപ്പോൾ മാർക്ക് സത്തൻബൈ ഹൈദരാബാദ് FC ഏറ്റവും മികച്ച രീതിയിൽ കളിച്ച ഒരു ഇന്ത്യൻ താരമാണ്. സോ അദ്ദേഹത്തെ അവർ റാഞ്ചി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിപിൻ മോഹനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. വിപിൻ മോഹൻ്റെ ഒരു സ്റ്റാറ്റ് നമുക്കിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു സ്റ്റാറ്റ് നമുക്കൊന്ന് നോക്കാം. 19 അപ്പിയറൻസ് ആണ്. എന്തായാലും അദ്ദേഹം ഫുൾ മാച്ച് കളിക്കേണ്ടതാണ്. പക്ഷേ ചെറിയ ഇഞ്ചുറി കൊണ്ട് അദ്ദേഹത്തിന് 19 അപ്പിയറൻസ് നടത്താൻ സാധിച്ചുള്ളൂ. അതിൽ 1422 മിനിറ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 13 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 ഗോള്, 652 സക്സസ്ഫുൾ പാസസ്. എന്തായാലും വേറെ ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ ഗോളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം സെൻട്രൽ മിഡ്ഫീൽഡറാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് ഗോൾ അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കറിയാം അദ്ദേഹം ഓരോ വർഷം കൂടുമ്പോഴും ഇമ്പ്രൂവ് ആയി വരുവാണ്. സോ അടുത്ത വർഷം ഇതിലും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.